മുൻ എസ്.പി. സുജിത് ദാസിന് തിരിച്ചടിയായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ഗുരുതര അച്ചടക്ക ലംഘനമെന്ന റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മുഖ്യമന്ത്രി സസ്പെൻഷൻ ഉത്തരവിട്ടത്. അതിനിടെ അന്വേഷണ സംഘത്തിലെ കീഴുദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് കാണിച്ച് ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. PV അൻവർ MLA-യുമായുള്ള ഫോൺ സംഭാഷണത്തിൽ മുൻ പത്തനംതിട്ട SP-യായ സുജിത് ദാസിനെതിരെ തിരുവനന്തപുരം റേഞ്ച് DIG അജിതാബീഗം നടത്തിയ വകുപ്പുതല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് സസ്പെൻഷൻ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ പുറത്തു വന്ന വാർത്താക്കുറിപ്പ്. എന്നാൽ DIG-യുടേതല്ല, സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുജിത് ദാസിനെ കുടുക്കിയത്. സുജിത്ത് മലപ്പുറം SP ആയിരുന്ന കാലത്തെ വിവരങ്ങൾ ശേഖരിച്ചാണ് DGP റിപ്പോർട്ട് തയ്യാറാക്കിയത്. സുജിത് ദാസിന്റെ നടപടികൾ, തയ്യാറാക്കിയ ഉത്തരവുകൾ, സർക്കുലറുകൾ എന്നിവ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബ് പരിശോധിച്ചു. സുജിത്തിന്റെ യാത്രാരേഖകൾ ഇന്റലിജൻസ് മുഖേന വരുത്തിച്ചു. ഇതിൽ നിന്ന് സുജിത്ത് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന് DGP തന്നെ കണ്ടെത്തി. മണൽ കോറി മാഫിയകളുമായി ബന്ധമുള്ള സഹപ്രവർത്തകരെ സുജിത്ത് സംരക്ഷിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയതോടെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനിടെ അന്വേഷണ സംഘത്തിലെ IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ് എന്നിവർ തനിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് കാണിച്ച് ADGP MR അജിത് കുമാർ DGPക്ക് കത്ത് നൽകി. പ്രോട്ടോകോൾ പ്രകാരം ഇവർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടവരാണെന്നും എന്നാൽ തനിക്കെതിരായ അന്വേഷണം കഴിയുന്നവരെ DGPക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നുമാണ് ADGPയുടെ കത്തിലുള്ളത്. മുഖ്യമന്ത്രിയോ DGPയോ തീരുമാനിക്കേണ്ട കാര്യമാണ് ADGP ചട്ടം മറികടന്ന് കത്തായി നൽകിയതെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.